നല്ല എരിവും പുളിയും കയ്പ്പ് രസവും ഒട്ടും തന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഒന്ന് കഴിച്ചു നോക്കിയപ്പോഴാണ് സംഭവം സൂപ്പറാണെന്ന് അറിഞ്ഞത്. എന്നാലൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഞെടുമ്പൊന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനുള്ളിലെ കുരുവെല്ലാം ഒന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. 2 വശവും ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കോരി മാറ്റാം. ബാക്കിയുള്ള പാവയ്ക്ക കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഇനി കുറച്ച് എണ്ണ പാനിൽ നിന്നും മാറ്റിയ ശേഷം 1 സ്പൂൺ ഉഴുന്നും 1/4 ടീസ്പൂൺ നല്ല ജീരകം 1/2 ടീസ്പൂൺ പൊട്ടുകടല ഇത്രയും ചേർത്തൊന്ന് കളർ മാറി വന്നു കഴിഞ്ഞാൽ 2 സ്പൂൺ തേങ്ങാപ്പീര ചേർത്ത് ഒന്ന് ഇളക്കി വെള്ളമായി ഒന്ന് മാറിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി കൂടെ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കൂടി ചേർത്ത് ഇളക്കാം. 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് എടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പാവയ്ക്ക ചമ്മന്തിപ്പൊടി റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തിയും കുറച്ച് തൈര് കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണെന്നേ. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ വീഡിയോ സേവ് ചെയ്ത് വെച്ചു. എല്ലാവർക്കും ഉപകാരപ്പെടും. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്യണേ. താങ്ക്